ഹായ് മക്കളെ, IOKIP എക്സാംസിന്റെ ഒരു പീക്ക് ടൈമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സ്റ്റുഡൻസ് ഒക്കെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IOKIP 2024 ചോദിച്ചിട്ടുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ സാധാരണ നിങ്ങൾക്ക് അറിയാം, ക്വസ്റ്റ്യൻസ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ബേസ്ഡ് ഓൺ ദി ഡിഫിക്കൽറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ചെയ്യാൻ കിട്ടുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ലെങ്കിലും എന്ത് ചെയ്യുക, ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. പല ടെക്നിക്സും, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത് പല ടെക്നിക്സും നമ്മൾ എന്ത് ചെയ്യും, പുതുതായിട്ട് പരിചയപ്പെടുത്തും. IOKIP എക്സാംസിൽ ഒരിക്കലും ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. പക്ഷേ ഈ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ പല ക്വസ്റ്റ്യൻസിലും അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം എന്താണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ട്രയാങ്കിൾ ABC ഉണ്ട്. നോക്കടാ, ട്രയാങ്കിൾ ABC, അതിൽ BAC എന്ന് പറയുന്ന ആളുടെ എന്താണ് 90 ഡിഗ്രിയാണ്. ബുദ്ധിമുട്ടൊന്നുമില്ല. എടാ നോക്കാം. അപ്പൊ അതിൽ നമ്മൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു. ഇപ്പൊ ഇതിലേക്ക് നോക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞ കണ്ടീഷനാണ് എന്ത്, BAC. അപ്പൊ ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടെ B കൊടുക്കാം, A കൊടുക്കാം, C കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ BAC എന്ന് പറയുന്ന ആൾ എന്തായിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. ബുദ്ധിമുട്ടൊന്നുമില്ല. ട്രയാങ്കിൾ ABC വരച്ചു, BAC എന്താണ് 90 ഡിഗ്രിയാണ്. എന്നിട്ട് വേറെ കണ്ടീഷൻ പറഞ്ഞു, ലെറ്റ് D be a point on BC. ഈ D എന്ന് പറയുന്ന ആള് BCയിലുള്ള ഒരു പോയിന്റ് ആണ്. മക്കളെ നോക്ക്, ഈ D എന്ന് പറയുന്ന ആള് BCയിലുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ D എന്ന് പറയുന്ന ആള് BCയിലുള്ള ഒരു പോയിന്റ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ് such that AB plus BD is equal to AC plus CD ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, AB plus BD എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്ന് അറിയോ, ഈ AC plus CD-നോട് ഈക്വൽ ആണ്. ഓക്കെ, കുഴപ്പമില്ല. സപ്പോസ് BD ഈസ് ടു DC എത്രയാണ്, അതായത് ഈ BD-യും DC-യും തമ്മിലുള്ള റേഷ്യോ എന്താണ്, 2:1 ആണ്. ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അതേപോലെ വേറൊരു കാര്യം തന്നിട്ടുണ്ട്. അതായത് ഇൻഫോർമേഷൻസ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട് ഇവിടെ അല്ലെ. ക്വസ്റ്റ്യനിൽ ആദ്യം തന്ന ഇൻഫോർമേഷൻ എന്താണ്, ആദ്യം തന്നിട്ടുള്ള ഇൻഫോർമേഷൻ AB പ്ലസ് BD ഈസ് എന്താന്ന് തന്നിട്ടുണ്ട്, AC പ്ലസ് CD ആണെന്ന് തന്നിട്ടുണ്ട്, ആദ്യത്തെ കാര്യം. പിന്നെ അതേപോലെ BD നോക്കടാ, BD ഈസ് ടു DC എന്താന്ന് തന്നിട്ടുണ്ട്, 2:1 ആണ് തന്നിട്ടുണ്ട്. വേറൊരു കാര്യം പിന്നെ തന്നിട്ടുള്ള കാര്യം എന്താണ്, AC ഡിവൈഡഡ് ബൈ AB ഈസ് M പ്ലസ് റൂട്ട് P ഡിവൈഡഡ് ബൈ N എന്നാണ്. അതിൽ എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സ് ആണ്. അതായത് പ്രൈം നമ്പേഴ്സ് ആണ്. റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ കോമൺ ആയിട്ട് ഒരു ഫാക്ടർ ഉണ്ടാവില്ല. ഇപ്പൊ 7, 8 കോമൺ ആയിട്ട് ഏതെങ്കിലും ഫാക്ടർ ഉണ്ടോ, ഇല്ല. അപ്പൊ അതാണ് റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്ത് തുടങ്ങിക്കുകയാണെങ്കിൽ നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യൻ, നല്ല ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ എന്ന് പറയും ഞാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് M പ്ലസ് N പ്ലസ് P. നോക്കടാ, ഈ M Pയും N-ഉം കൂടി ആഡ് ചെയ്താൽ എന്താ കിട്ടുക. അതായത് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ഈ AC ബൈ AB എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ നോക്കാം. അതായത് നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ, അതായത് ഒരു കാര്യം നോക്കണം, ഇവിടെ നമ്മൾ ട്രയാങ്കിൾ ആണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിന്റെ മെഷർമെന്റ്സ് അറിയാമായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാമായിരുന്നു. അപ്പൊ മെഷർമെന്റ് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ബുദ്ധിമുട്ടുന്നത്. അറിയില്ല എന്നുള്ളത് മാത്സിൽ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ, അല്ല. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, വേരിയബിൾസ് ഇട്ട് കൊടുക്കും. അതൊരു ടെക്നിക്കാണ്. ഓക്കെ, മനസ്സിലാക്കുക. അപ്പൊ അതിൽ BD ഈസ് ടു DC ആദ്യം തന്നിട്ടുള്ള ഇൻഫർമേഷൻ, ഈ BD-യും DC-യും 2:1 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ BD-യും DC-യും തമ്മിലുള്ള റേഷ്യോ എന്താണ്, 2:1 ആണ്. അങ്ങനെയാണെങ്കിൽ BD നോക്കടാ, BD ഈസ് ടു DC, നോക്ക് BD ഈസ് ടു DC 2:1 ആണെങ്കിൽ, മക്കളെ പറ, BD 2x ആണെങ്കിൽ DC എന്തായിരിക്കും, X ആയിരിക്കും. നമ്മൾ സാധാരണ റേഷ്യോയിൽ സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു കാര്യമല്ലേ, രണ്ടാൾക്കാരുടെ വയസ്സിന്റെ റേഷ്യോ 2:3 ആണ്. അതായത് ആദ്യത്തെ ആളുടെ വയസ്സ് എത്രയാണ്, 2x ആണ്. രണ്ടാമത്തെ ആളുടെ വയസ്സ് എത്രയാണ്, 3x ആണ്. അതേപോലെ തന്നെ ഓക്കെ. അപ്പൊ ഞാൻ ഇയാളെ X എന്ന് വിളിക്കുകയാണെങ്കിൽ എനിക്ക് ഇയാൾ എന്ത് വിളിക്കാൻ പറ്റും, 2x എന്ന് വിളിക്കാൻ പറ്റും. ബുദ്ധിമുട്ടുണ്ടോ, ഒരു ബുദ്ധിമുട്ടില്ല, ആർക്കും ബുദ്ധിമുട്ടില്ല. എടാ മോനെ നോക്ക്, അതേപോലെ ഈ താഴത്തുള്ള ആളുടെ മെഷർ എന്താണെന്ന് എനിക്ക് അറിയോ, ഇല്ല. അറിയില്ല സാറേ, അറിയില്ല. അപ്പൊ എന്ത് കൊടുക്കാം, അറിയാത്ത കാര്യമില്ല, നമ്മൾ വേറൊരു വേരിയബിൾ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, y. എടാ നോക്ക്, ഇനി ഇവിടെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ ഏത് വേരിയബിൾ വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ അത് ഒരു നാക്ക് ഉണ്ട് അവിടെ. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് AB പ്ലസ് BD ഈസ് ഈക്വൽ ടു AC പ്ലസ് CD ആണെന്ന്. ആ ഒരു ഇൻഫോർമേഷൻ ഉപയോഗിച്ച് മക്കളെ വീഡിയോ പോസ് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. AC-യുടെ വാല്യൂ എന്താണെന്ന് നോക്കുക. എന്താണ് AC-യുടെ വാല്യൂ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. എന്താണ് വാല്യൂ, അതായത് ഇത്രേ ഉള്ളൂ. AB നോക്കടാ, AB പ്ലസ്, പല ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും, AB പ്ലസ് BD ഈസ് ഈക്വൽ ടു, മക്കളെ പറ, എന്താണ്, AC പ്ലസ് CD ആണ്. അല്ലടാ, ആണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ AB എന്താണ്, Y ആണ്. BD എന്താണ് 2x ആണ്. അതേപോലെ AC എന്താണ്, എന്താണെന്ന് അറിയില്ല. അപ്പൊ AC തന്നെ കൊടുക്കാം. പിന്നെ CD എന്താണ്, X ആണ്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സാധനം ഇങ്ങോട്ടേക്ക് എടുത്താൽ എന്തായി മാറും? എ സി ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 2x മൈനസ് എക്സ് ആണ്. അല്ലെങ്കിൽ എ സി എന്താണ്? വൈ പ്ലസ് എക്സ് ആണ്, അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ആണ്. അല്ലടാ, ഇതൊന്നും ഇത്ര മാത്രം എഴുതാനൊന്നും ഇല്ല, ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി എഴുതിയെന്നുള്ളൂ. ഇതൊക്കെ ഒന്ന് നോക്കി തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ, അല്ലടാ. അതായത് ഇയാളെയും ആഡ് ചെയ്താൽ, അതല്ലേ പറഞ്ഞത്, എ ബി പ്ലസ് ബി ഡി അല്ലെ, ഇയാളെയും ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കണം? ഇയാളെയും ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കണം. ഈ ലൈന് സ്ട്രൈറ്റ് ലൈൻ വരച്ച് y പ്ലസ് 2x ആണ്. അപ്പൊ ഇവിടെ ഓൾറെഡി എക്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും എക്സ് പ്ലസ് വൈ വരണം. അങ്ങനെ വന്നാലല്ലേ രണ്ടും കൂടി ആഡ് ചെയ്താൽ 2x പ്ലസ് വൈ കിട്ടുള്ളൂ. ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഇവിടുത്തെ കാര്യം എന്താ മനസ്സിലായി? ഇവിടെ എന്താണ് വാല്യൂ? എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിലേ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കിട്ടിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? നിങ്ങൾക്ക് എന്തോന്ന് തോന്നുന്നുണ്ട്? എന്താ തോന്നുന്നത്? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ. പൈതഗോറസ് തിയറം അല്ലെ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. വലിയ കാര്യമൊന്നും ഇല്ലടാ. നമ്മൾ ആ പൈതഗോറസ് തിയറം സോൾവ് ചെയ്താൽ ആൻസറിലേക്ക് എത്തി. ഇത്രയേ ഉള്ളൂ പരിപാടി. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വലിയ സമയം പോലും എടുക്കുന്നില്ല ഈ ക്വസ്റ്റ്യൻ. നന്നായിട്ടൊരു കൺസെപ്റ്റ് പൈതഗോറസ് തിയറും എക്സും വൈയും കൊടുക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ തോന്നിക്കുകയാണെങ്കിൽ വലിയ സമയം പോലും എടുക്കുന്നില്ല. ഞാൻ കാണിച്ചു തരാം. ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. എടാ, അതിന് മുന്നേ ചെറിയൊരു കാര്യം ചോദിക്കട്ടെ. എന്താണ് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ട ആള്? എ സി ബൈ എ ബി ആണ്. ആ ഒരു കാര്യം കൂടി നമുക്കൊരു ധാരണ വേണമല്ലോ, എന്താ കണ്ടുപിടിക്കേണ്ടത്. ഈ എ സി ബൈ എ ബി എന്ന് പറയുമ്പോഴേ, ഈ എ സി എന്ന് പറഞ്ഞാൽ മക്കളെ നോക്ക്, എ സി എന്ന് പറഞ്ഞാൽ എ സി ബൈ എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ എ സി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. ബുദ്ധിമുട്ടൊന്നുമില്ല. എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ആണ്. ആ കാര്യത്തിലും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ഡിവൈഡ് ചെയ്തൂടെ? എക്സ് ബൈ വൈ പ്ലസ് വൈ ബൈ വൈ. എടാ, ഒന്നുമില്ലടാ, ഇതിനെ ഇങ്ങനെയും കൊടുത്തു പ്ലസ് ഇങ്ങനെ കൊടുത്തു, ആ രീതിയിൽ. അപ്പൊ വൈ ബൈ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പൊ അവിടെ നിന്നോട്ടെ. ഈ എക്സ് ബൈ വൈ പ്ലസ് 1 ആണ് കണ്ടുപിടിക്കേണ്ട ആള്. അതവിടെ നിന്നോട്ടെ. എ സി ബൈ സി ബി ആണ്, അല്ലെങ്കിൽ എക്സ് ബൈ വൈ പ്ലസ് 1 ആണ്. പിന്നെ നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാം ഉത്തരം കിട്ടിയിട്ട്. തൽക്കാലം അവിടെ നിൽക്കട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ? ഞാൻ ഇവിടെ നിൽക്കുന്നോണ്ട് കവർ ആവുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ കാണുന്നില്ലേ? അതായത് എ സി ബൈ എ ബി ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ വൈ ആണ്. ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് ബൈ വൈ പ്ലസ് 1 ആണ്. ഈ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. മക്കളെ നോക്ക്. എന്നിട്ട് നോക്ക്, ഇവിടേക്ക് വരുന്ന സമയത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആരെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ധാരണയായി. ഇനി നമ്മൾ പറഞ്ഞു എന്താണ്? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. ഈ പൈതഗോറസ് തിയറം പ്രകാരം നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? എ ബി സ്ക്വയർ, മക്കളെ നോക്ക്, എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? ബി സി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റൂലേ? എഴുതാൻ പറ്റും. പരിപാടി കഴിഞ്ഞ്. നോക്കിക്കേ, ഈ എ ബി സ്ക്വയർ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ. എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ സ്ക്വയർ ആണ്. മറ്റേ ആളാരാണ്? എക്സ് പ്ലസ് വൈ. എ സി നോക്കടാ, അല്ലേ? എക്സ് പ്ലസ് വൈ. എ സി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ അല്ലേ? ഇനി ഈ ബി സി എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സും 2x കൂടെ ആഡ് ചെയ്താൽ എത്രയാണ്? 3x. അപ്പൊ 3x ഹോൾ സ്ക്വയർ ആണ്. നോക്കടാ, വൈ സ്ക്വയർ. ഇനി ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy ഈസ് ഈക്വൽ ടു എന്താണ്? 9x സ്ക്വയർ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് എല്ലാവരെയും ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം ഞാൻ. അപ്പൊ ഇതിനെയും എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യാണ്? അതിന് മുന്നേ വേറൊരു കാര്യമുണ്ട് ഇവിടെ. ഇവിടെ എന്താണ്? ഈ വൈ സ്ക്വയർ ഇല്ലേ, എന്തായി പോയിട്ടുണ്ട്? 2y സ്ക്വയർ ആയി പോയിട്ടുണ്ട്. ഓക്കെ, അവിടെ മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ അവിടെ ഇറേസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് സ്റ്റെപ്പ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഇവിടെ എന്താ വരിക മക്കളെ? ആ വൈ സ്ക്വയറും ഇവിടെ എന്തായിട്ട് പോയിട്ടുണ്ട്? 2y സ്ക്വയർ ആയിട്ട് പോയിട്ടുണ്ട്. പ്ലസ് ഇവിടെ എന്തുണ്ട്? ഒരു 2xy ഉണ്ട് കേട്ടോ. ഇവിടെ എന്തുണ്ട്? ഒരു 2xy ഉണ്ട്. ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതാണ് ഇപ്പൊ അറ്റ് പ്രസന്റ്ലി ഉള്ളൊരു ഇക്വേഷൻ. ഒന്നുമില്ലടാ, വൈ സ്ക്വയർ 2y സ്ക്വയർ. ഇനി ഇതെല്ലാവരും ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. നോക്കണം, ഇവിടെ എന്തായിരിക്കും വരിക? ഈ എക്സ് സ്ക്വയറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ വരിക? മൈനസ് എക്സ് സ്ക്വയർ വരിക. 9x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് 8x സ്ക്വയർ ഉണ്ട് അല്ലേ? അതേപോലെ 2y സ്ക്വയർ അപ്പുറത്തേക്ക് വരട്ടെ. അതേപോലെ 2xy എന്ത് വരട്ടെ? അപ്പുറത്തേക്ക് വരട്ടെ. അപ്പൊ എന്തായിട്ട് വരും? മൈനസ് 2xy ഉണ്ട്. അതേപോലെ മൈനസ് 2y സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? 9x സ്ക്വയർ മൈനസ് 2xy മൈനസ് 2y സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഇനി എല്ലാവരും ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വരിക. അപ്പൊ എന്തായിരിക്കും വരിക? 4x സ്ക്വയർ മൈനസ് xy മൈനസ് 2 മൈനസ് വൈ സ്ക്വയർ അല്ലെ? മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? 0 എന്ന് വരും. അപ്പൊ ഈ ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 4x സ്ക്വയർ മൈനസ് xy മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലുള്ളൂ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരാളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ട്. എന്താ? നമുക്ക് ആരെ കുറിച്ചാണ് കണ്ടുപിടിക്കേണ്ടത്? എക്സ് ബൈ വൈനെ കുറിച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ പറയാൻ പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ
ടെക്നിക്കാണ്. ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. അതായത് എക്സ് ബൈ വൈ ആണ് മക്കളെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഈസി ആയിട്ട് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എക്സ് ബൈ വൈ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. ശരിക്കും ശ്രദ്ധിച്ചിരുന്നോ ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത്? പല ക്വസ്റ്റ്യൻസിലും കുട്ടികൾ ബുദ്ധിമുട്ടുന്ന ക്വസ്റ്റ്യൻസിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്. എന്ത് ചെയ്താൽ മതി, ഇവിടെ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യാം, ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവും. എല്ലാവരും ഡിവൈഡ് ബൈ വൈ സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിവൈഡ് ബൈ വൈ സ്ക്വയർ ചെയ്തു, ഡിവൈഡ് ബൈ വൈ സ്ക്വയർ ചെയ്തു, ഇവിടെ ഡിവൈഡ് ബൈ വൈ സ്ക്വയർ ചെയ്തു, ഇവിടെയും ഡിവൈഡ് ബൈ വൈ സ്ക്വയർ ചെയ്തു. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായി, 4x² ബൈ വൈ സ്ക്വയർ. മക്കളെ ഇത് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? 4 ഇൻറ്റു എക്സ് ബൈ വൈ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുമോ? പറ്റും, ഒരു ബുദ്ധിമുട്ടില്ല. ഈ വൈയും വൈ സ്ക്വയറും കൂടെ ക്യാൻസൽ ചെയ്താൽ എന്തായി, -(x/y) ആയി, ഒരു ബുദ്ധിമുട്ടില്ല. y² ബൈ വൈ സ്ക്വയർ എന്തായിപ്പോയി, 1 ആയിപ്പോയി. ഈസ് ഈക്വൽ ടു എന്താണ്, 0 ആണ്. കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്, 4x/y ഹോൾ സ്ക്വയർ -x/y ഈ -1 ഈസ് ഈക്വൽ 0. എടാ ഞാൻ x/y ആണല്ലോ കണ്ടുപിടിക്കണ്ടേ, ആ x/y ഞാൻ കെയോ എമ്മോ എന്ത് വാല്യൂ വേണമെങ്കിലും ഒന്ന് വിളിക്കാൻ പോവാണ്. ഒരു ബ്യൂട്ടിഫുൾ ടെക്നിക്കാണിത്. അപ്പൊ എന്താണ്, 4 ഒരു k² -k -1 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതും. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. എടാ നോക്ക്, ഞാൻ k എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് അത്, x/y ആണ്. ഓക്കെ അല്ലേടാ? ഇനി നോക്ക്, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ, ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല മക്കളെ. നമുക്ക് ax² + bx + c എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എന്താണ്, -b ± √(b² - 4ac/2a) ആണ് അല്ലേടാ? അങ്ങനെ നോക്കുന്ന വിധി ഇതിന് k എന്ന് പറയുകയാണെങ്കിൽ -b ± അതായത് -1ന്റെ മൈനസ് +1 പ്ലസ് √(b² - 4c b² - 4 × a × c ഡിവൈഡ് ബൈ 2a 2 × 4 അല്ലേടാ? അപ്പൊ നോക്ക്, 1 ± ഇവിടെ നോക്കടാ, 1 പ്ലസ് 4ഉം 4ഉം 16 പ്ലസ് 16 എന്നാ വരിക, 1 + 16 അല്ലെങ്കിൽ എന്താ വരിക, 17 എന്നാണ് വരിക അല്ലെ? അവിടെ എന്താ വരുന്നത്, 17 ആണ് വരുന്നത്. ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ 17 ഡിവൈഡ് ബൈ എന്ത് വരും, 8 എന്ന് വരുന്നുണ്ട് അല്ലടാ? കിട്ടി. ഇത്രയും കാര്യങ്ങൾ കിട്ടി, ഏകദേശം ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നോക്കടാ, ഈ k എന്ന് പറയുന്ന ആള് x/y ആണ്. x ഒരു ലെങ്ത് ആണ്, y ഒരു ലെങ്ത് ആണ്. അപ്പൊ ഉത്തരം ഒരിക്കലും എന്താവില്ല, നെഗറ്റീവ് ആവുമോ? ഇല്ല. അപ്പൊ നമുക്ക് ഇതിൽ ഈ 1 മൈനസ് എന്നുള്ളൊരു കേസ് ഉണ്ടല്ലോ, അതായത് 1 പ്ലസ് √17 ഉണ്ട്, 1 മൈനസും ഉണ്ട്. ആ 1 മൈനസ് എന്നുള്ള കേസ് നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്ട് ചെയ്യാം, ഒഴിവാക്കാം, വേണ്ട. നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ അപ്പം കറക്റ്റ് ആൻസർ. അപ്പൊ 1+ മാത്രമേ നമുക്ക് എന്ത് ഉണ്ടാവുള്ളൂ, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാര്യം മനസ്സിലായില്ലേ? എക്സും ലെങ്ത് ആണ്, വൈയും ലെങ്ത് ആണ്. അപ്പോൾ x/y തീർച്ചയായിട്ടും പോസിറ്റീവ് വരുള്ളൂ. അപ്പോൾ ഈ എടാ k എന്ന് പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് k എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി x/y ആണ് അല്ലേടാ? അപ്പൊ ഈ എക്സും വൈയും പോസിറ്റീവ് ആണെങ്കിൽ x/y എന്തേ വരുള്ളൂ, പോസിറ്റീവേ വരുള്ളൂ. ആർക്കും ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണെങ്കിലേ x/y കിട്ടി. ക്വസ്റ്റ്യൻ x/y ആണോ? അല്ല. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ് മക്കളെ? ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് x/y + 1 ആണ് അല്ലേ? x/y + 1 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിലേ നമ്മൾ എന്ത് ചെയ്യാം, രണ്ട് ഭാഗത്തൊരു +1 ആഡ് ചെയ്യുക. x/y + 1 അപ്പൊ എന്ത് വരും, 1 + √17 ഡിവൈഡ് ബൈ 8 + 1 എന്ന് വരും. ഈ 1നെ 1/1 ആക്കാം. ഇനി നോക്കടാ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വളരെ ഈസി അല്ലേ? അപ്പൊ എന്തായിരിക്കും വരിക, 1 + √17 + 8 ഡിവൈഡ് ബൈ 8 അല്ലെങ്കിൽ ആൻസർ എന്താണ്, 9 + √17 ബൈ 8. ഇതിപ്പോ ആരെ പോലെയാണ് മക്കളെ? ഇതിപ്പോ നമുക്ക് ക്വസ്റ്റ്യനിൽ തുടക്കത്തിലേ തന്നിരുന്നു. ഇത് ആരെ പോലെയാണ് തന്നിട്ടുണ്ട്, m + √p/n അല്ലെ? m പ്ലസ് നോക്ക് m + √p m ഉണ്ട്, √p ഉണ്ട്, n ഉണ്ട്. അപ്പൊ ബേസിക്കലി ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തായിരുന്നു, എമ്മും എന്നും പിയും ആഡ് ചെയ്താൽ എത്ര എന്നായിരുന്നു അല്ലെ? എമ്മും എന്നും പിയും കൂടെ ആഡ് ചെയ്താൽ എത്ര മക്കളെ വരിക, എമ്മിന്റെ വാല്യൂ കിട്ടി. അപ്പൊ m + n + p അല്ലെ? m + n + p എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 9 + 8 + 17 എന്നാണ് കിട്ടുക. അല്ലെങ്കിൽ ആൻസർ എന്ത് കിട്ടും, 34 എന്ന് കിട്ടും. ഓക്കെ, വലിയ ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല. ചില ബ്യൂട്ടിഫുൾ ടെക്നിക്സ്, ആ ടെക്നിക്സ് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ എക്സാമിന് വരുമോ? ഇല്ല. അങ്ങനെ വിചാരിക്കരുത് മക്കളെ. ഞാൻ അത് വേണമെങ്കിൽ എനിക്ക് പറയാം, മക്കളെ ഇത് മാത്രം കണ്ടാൽ മതി, ഇത് മാത്രം പഠിച്ചാൽ മതി, എക്സാമിന് ചെയ്താൽ അങ്ങനെയൊന്നും വരില്ല. എക്സാം ഒരിക്കലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ല അയ്യോക്കിന് വരാറുള്ളത്. പക്ഷേ ഈ ടെക്നിക്സ് ഞാൻ ഇപ്പൊ കണ്ടോ, ഇവിടെ ഒരു കുട്ടിക്ക് സാധാരണ ഇതൊന്നും അറിയാത്തൊരു കുട്ടിക്കാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള ഒരു കാര്യം ഡൗട്ട് വരും. പക്ഷേ ഈ ടെക്നിക്ക്, ഇതിൽ നിന്ന് എങ്ങനെ x/y കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ആ ടെക്നിക്ക് ഉപയോഗിച്ച് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, ഇതേപോലത്തെ നല്ല വേറെ ജോമെട്രി എന്നൊക്കെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. ഇത് ഇവിടെ മാത്രമല്ല, നമ്മൾ JEE പോലത്തെ എക്സാംസിലൊക്കെ നമുക്ക് എന്ത് വരാറുണ്ട്, ഇങ്ങനത്തെ ടെക്നിക്സ് ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ മക്കളെ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ എഫേർട്ട് കൊടുക്കുക. നിങ്ങൾ എഫേർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരെ ഓൾ ദി ബെസ്റ്റ്.